വെനസ്വേല എന്നൊരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിന്റെ പ്രസിഡന്റിനെ ഒരു തുള്ളി രക്തം പോലും ചിന്താതെ ആക്രമിച്ചു പിടിച്ച് പൂച്ചയെ ചാക്കിലാക്കുന്നത് പോലെ സ്വന്തം നാട്ടിലെത്തിച്ച വീരനാണ് ഡൊണാൾഡ് ട്രംപ്. അതിനുള്ള സമ്പത്തുണ്ട്, അതിനുള്ള സൈനിക ബലമുണ്ട്. ചരിത്രത്തിൽ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ഓപ്പറേഷനാണ് വെനിസ്വേലയിൽ അമേരിക്ക നടത്തിയത്. വെനിസ്വേലയാണ് ഇപ്പോൾ പ്രതിരോധ സ്ഥാനത്തെങ്കിൽ ഡൊണാൾഡ് ട്രംപ് തന്റെ ആദ്യ പ്രസിഡന്റ് കാലാവധിയിലും പിന്നീട് രണ്ടാമത്തെ പ്രസിഡന്റ് ടൈമിലടക്കം ഗ്രീൻലൻഡ് വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ച കാര്യം നമുക്കറിയാം. പ്രകൃതി വിഭവങ്ങളുടെ ശേഖരം, തന്ത്രപ്രധാനമായ സ്ഥാനം, ആർട്ടിക് പാതകൾ തുടങ്ങി നിരവധി കാരണങ്ങളിൽ ട്രംപ് ഗ്രീൻലാൻഡിനെ ലക്ഷ്യം വെച്ചിരുന്നു. പക്ഷേ ട്രംപിന്റെ യുണൈറ്റഡ് അമേരിക്ക എന്ന സ്വപ്നങ്ങൾ ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. അങ്ങ് ഗ്രീൻലൻഡ് മുതൽ ഇങ്ങ് പനാമ കനാൽ വരെ പടർന്നു കിടക്കുന്ന വലിയ സാമ്രാജ്യം സ്വപ്നം കാണുകയാണ് ട്രംപ്. അതിന്റെ അധ്യക്ഷനാവുക എന്നതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്വപ്നം. തൊട്ട് അയൽരാജ്യമായ കാനഡയെ അമേരിക്കയുടെ 51ാമത്തെ സംസ്ഥാനമാക്കി കൂട്ടിച്ചേർക്കുക എന്നൊരു വലിയ സ്വപ്നം കൂടി ട്രംപ് പങ്കുവയ്ക്കുന്നുണ്ട്. ഇങ്ങനെ സംസ്ഥാനമാക്കി കൂട്ടിച്ചേർക്കുന്നതോടുകൂടി ഒരു കാലത്ത് ഒരുപാട് ഏറ്റെടുക്കലിലൂടെ തന്റെ ബിസിനസ് സാമ്രാജ്യം വളർത്തിയ ഈ വിവാദ വ്യവസായി വലിയ സ്വപ്നങ്ങളാണ് കാണുന്നത്. കാനഡയും അമേരിക്കയും ഒന്നിച്ചാൽ ലോകത്തിലെ ഒരു ശക്തിക്കും തങ്ങളെ തൊടാൻ കഴിയില്ല എന്നാണ് ട്രംപിന്റെ വാദം. എന്നാൽ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചതിന് പിന്നാലെയാണ് കാനഡയെ അമേരിക്കയുമായി ഒന്നിപ്പിക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങൾ ശക്തമായത്. കാനഡയെ അമേരിക്കയുടെ ഭാഗമാക്കാൻ സാമ്പത്തിക ശക്തി ഉപയോഗിക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. കാനഡയിലെ ജനങ്ങൾക്ക് അമേരിക്കയുടെ ഭാഗമാകുന്നതിൽ താല്പര്യമുണ്ടെന്നൊരു ട്രംപ് ഒരു വാദം വെച്ചു. പക്ഷേ കാനഡയിലെ ജനങ്ങൾക്ക് താല്പര്യമില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാനഡ യുഎസുമായി ലയിച്ചാൽ നികുതികൾ കുറയുമെന്നും റഷ്യയുടെയും ചൈനയുടെയും ഭീഷണി ഉണ്ടാവില്ല എന്നുമാണ് ട്രംപിന്റെ വാഗ്ദാനം. എന്നാൽ ജസ്റ്റിൻ ട്രൂഡോ അടക്കമുള്ളവർ ഇതിനെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. ബഹുഭൂരിപക്ഷം കനേഡിയരും ഇപ്പോഴും അമേരിക്കൻ ലയനത്തിന് എതിരാണ്. അതുപോലെ ട്രംപ് നോട്ടമിട്ടിരിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് പനാമ. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിലൊന്നാണ് പനാമ. 82 കിലോമീറ്റർ നീളത്തിലുള്ള മനുഷ്യനിർമ്മിത കനാൽ പസഫിക്കിനെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന ഈ പാത ലോക കപ്പൽ ഗതാഗതത്തിൽ നിർണായകമാണ്. 1880-ൽ ഫ്രഞ്ച് നേതൃത്വത്തിലാണ് കനാൽ നിർമ്മാണം തുടങ്ങിയത്. പക്ഷേ നൂറുകണക്കിന് തൊഴിലാളികളുടെ മരണമാണ് ഉണ്ടായത്. പദ്ധതി പരാജയത്തിൽ കലാശിച്ച് $28 കോടി ഫ്രഞ്ച് സർക്കാരിന് നഷ്ടമായത്. 1990കളുടെ ആദ്യ കാലയളവിൽ അമേരിക്ക കനാൽ നിർമ്മാണം ഏറ്റെടുക്കുകയും അത് വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്തു. 1914ൽ കനാൽ പ്രവർത്തനം ആരംഭിച്ചു. 77 കിലോമീറ്റർ 48 മൈൽ നീളമുള്ള ഈ കനാലിന്റെ നിർമ്മാണത്തെ രോഗങ്ങളും പ്രധാനമായും മലേറിയയും മഞ്ഞപ്പനിയും പ്രകൃതിക്ഷോഭങ്ങളും ഒക്കെ ബാധിച്ചു. നിരവധി പേരുടെ ജീവൻ കൊടുത്തു തന്നെയാണ് അമേരിക്കയും കനാൽ പടുത്തുയർത്തിയത്. 1904 മുതൽ 1914 വരെയുള്ള കാലഘട്ടത്തിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ ദേശീയ ചെലവായിരുന്നു പനാമ കനാലിന്റെ നിർമ്മാണം. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം കപ്പൽ ഗതാഗത രംഗത്ത് സംഭവിച്ച വിപ്ലവകരമായ മാറ്റങ്ങളെ വിജയകരമായി ഉൾക്കൊണ്ട് തന്നെ പനാമ കനാൽ ഇന്നും വിജയകരമായി മുന്നോട്ട് പോവുകയാണ്. പനാമ എന്ന ചെറു രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ലാണ് ഈ കനാൽ. പനാമയുടെ മൊത്തം ദേശീയ വരുമാനത്തിന്റെ 80% ഈ കനാൽ റവന്യൂ ആണ്. പക്ഷേ അമേരിക്ക രക്തം ചീന്തി നിർമ്മിച്ച പനാമ കനാൽ തങ്ങൾക്ക് തിരിച്ചു കിട്ടണമെന്നാണ് ട്രംപ് പറയുന്നത്. കഴിഞ്ഞ വർഷം ക്രിസ്മസിന് തൊട്ടു മുൻപാണ് കനാൽ തിരിച്ചു പിടിക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തുന്നത്. കനാൽ വഴിയുള്ള ചരക്കു നീക്കത്തിന് പനാമ സർക്കാർ വൻ നിരക്ക് ഈടാക്കുകയാണെന്നാണ് ട്രംപിന്റെ ആരോപണം. ന്യായമായി നിരക്ക് ഈടാക്കിയില്ലെങ്കിൽ കനാൽ യുഎസിന് കൈമാറേണ്ടി വരുമെന്നായിരുന്നു മുന്നറിയിപ്പ്. കപ്പൽപാത നിയന്ത്രിക്കാൻ ചൈനീസ് സൈനികരെ പനാമ അനുവദിച്ചുവെന്ന് ആരോപിച്ച ട്രംപ് തെറ്റായ കൈകളിൽ കനാലിനെ എത്തിക്കാൻ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്ക പനാമയ്ക്ക് നൽകിയ ദാനമാണ് ആ കനാലെന്നും എന്നിട്ടും അമേരിക്കയോട് ഇങ്ങനെ ചെയ്യുന്നത് പരിഹാസ്യമാണെന്നും ട്രംപ് കുറ്റപ്പെടുത്തിയിരുന്നു. ഒരു വാർത്താ സമ്മേളനത്തിൽ കനാൽ തിരിച്ചുപിടിക്കാൻ സൈനിക ബലപ്രയോഗം ഉപയോഗിക്കുമോ എന്ന ചോദ്യത്തെ ട്രംപ് തള്ളിക്കളഞ്ഞുമില്ല. അപ്പോൾ ആകെത്തുകയിൽ ട്രംപ് എന്ന് പറയുന്ന ഭരണാധികാരി രണ്ടാമത് തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയപ്പോൾ ഗ്രേറ്റർ അമേരിക്ക എന്നൊരു സിദ്ധാന്തം കൊണ്ടുവന്നത് അങ്ങനെ വെറുതെ തള്ളിക്കളയാൻ നമുക്ക് സാധിക്കില്ല. വെനസ്വേലയിൽ നിന്നുള്ള മയക്കുമരുന്ന് കള്ളക്കടത്ത് തടയുന്നതിനായി പ്രസിഡന്റിനെ തന്നെ തൂക്കിയെടുത്തുകൊണ്ട് വരാൻ അമേരിക്കൻ പ്രസിഡന്റിന് സാധിച്ചുവെങ്കിൽ കാനഡയ്ക്ക് നേരെ താരിഫ് അടക്കം ചുമത്തിക്കൊണ്ട് കാനഡയെ തങ്ങൾക്കൊപ്പം ചേർത്ത് നിൽക്കാനുള്ള കളികൾ നടത്തുമ്പോൾ ഗ്രീൻലൻഡിൽ പ്രത്യേക പ്രതിനിധി അയച്ച് ഗ്രീൻലൻഡിനെ തങ്ങൾക്കൊപ്പം നിർത്താനുള്ള കാര്യങ്ങൾ മെനയുമ്പോൾ ഇപ്പുറത്ത് പനാമ കനാലിനെ ഏറ്റെടുക്കാനുള്ള രീതികളിലേക്ക് ട്രംപ് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ട്രംപ് ലക്ഷ്യം വയ്ക്കുന്നത് അഖണ്ഡ അമേരിക്ക എന്ന വലിയൊരു സിദ്ധാന്തമാണ്. അത് അദ്ദേഹം നടപ്പിലാക്കും എന്ന് തന്നെയാണ് നിലവിലെ ട്രംപിന്റെ രീതികളിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്.